കേരളത്തിൻ്റെ ആരോഗ്യരംഗം യൂണിറ്റിലാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഈ ആരോഗ്യരംഗത്തെ ആരോഗ്യമേഖലയെ തകർത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. UDFൻ്റെ ഭരണകാലം കഴിഞ്ഞ് ഇപ്പോൾ LDF കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്നു. വാസ്തവത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഈ ആവശ്യത്തിന് എന്തെങ്കിലും സാങ്കത്യമുണ്ടോ? ഒരു കാര്യമില്ലെന്ന് പറയുമ്പോൾ സുനാമി ഉണ്ടായതിന് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് അങ്ങനെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം എന്നത് ഒരു ദിവസം കൊണ്ട് രൂപം കൊണ്ട് വന്നതല്ല. അതൊരു ഇടതുപക്ഷ ചരിത്രകാരന്മാരെ പറയുമ്പോൾ അവർ പറയുന്നത് നവോത്ഥാന കാലം തൊട്ടുമല്ല. തിരുവിതാംകൂർ രാജാക്കന്മാർ അവർ പൊതുവെ പ്രജാക്ഷേമ താല്പര്യരായിരുന്നു. ഇപ്പം തന്നെ തിരുവിതാംകൂർ രാജാവ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരുമാതിരി പിന്തിരിപ്പെന്നൊക്കെ പറയുമെങ്കിലും അന്ന് ലോകത്തുണ്ടായ മറ്റു രാജാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ പ്രജാക്ഷേമ താല്പര്യമായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാർ. കാരണം അവർ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന രാജാക്കന്മാർ അല്ല, ഒരു ദിവസം ദൈവം നേരിട്ട് കൊണ്ടുവച്ചാക്കി അങ്ങനെ വന്നവരല്ല. ബേസിക്കലി നായേഴ്സായിരുന്നു. പിന്നെ അത് നായപ്രമാണിമാരായി. പിന്നെ അല്ല, അത് പിന്നെ വന്നതാണത്. ഇതിൻ്റെ ഓറിജിൻ അങ്ങനെയാണ്. നിങ്ങൾ ജനറ്റിക്കലായി എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു ഓറിജിൻ ബേസിക്കലി നായ ഓറിജിനാണ്. പിന്നെ അത് ഹിരണ്യഗർഭം എന്നുള്ള ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷത്രിയരാവുന്നത്. കൊച്ചിയിലെ രാജാക്കന്മാരും തിരുവിതാംകൂർ രാജാക്കന്മാർ അത്രയല്ലേ പ്രജാക്ഷേമ താല്പര്യമായിരുന്നു. കോഴിക്കോട് എന്താ വെച്ചാൽ ഈ ടിപ്പുവിൻ്റെ പടയോട്ടത്തോടുകൂടി സാമൂതിരി തകർന്നടിഞ്ഞു പോയി എന്നൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ സാമൂതിരി ടൈപ്പിലായിരുന്നു. പിന്നെ കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ മലബാർ നഗരം വേറെ ഒന്നാണ്. അപ്പോൾ ഈ ആരോഗ്യ മേഖലയുടെ ഈ ഒരു വളർച്ച തുടങ്ങുന്നത് രാജവംശത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, മറ്റേ സാധനം ഉണ്ടല്ലോ, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്ത് റിച്ചാർഡ് ഫാങ്കി ഉൾപ്പെടെയുള്ള ആളുകൾ ജോസഫ് താറാം, അതാണ് അതിൻ്റെ ഒതന്റിക് സാധനം. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് രാജഭരണകാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ ധർമാശുപത്രികൾ. അതെ, അങ്ങനെ ധർമാശുപത്രി പേര് വന്ന അങ്ങനെയാണ്. ഇപ്പം എൻ്റെ അമ്മയൊക്കെ പറയുന്നത് ഗവൺമെൻറ് ആശുപത്രി എന്നല്ല, ധർമാശുപത്രി എന്നാണ് പറയുന്നത്. അപ്പം പാവപ്പെട്ട സാമ്പത്തികമൊന്നും ഇല്ലാത്ത ദരിദ്രരായ ആൾക്കാർക്ക് പോലും ഏറ്റവും പിന്നീട് റെഫറൻസ് നമുക്ക് ഹിസ്റ്റോറിക്കലി കാണാൻ പറ്റിയ അശോകൻ്റെ ശാസനങ്ങളാണ്. അശോകൻ്റെ ശാസനങ്ങൾ പക്ഷികൾ, ജന്തുക്കൾ, മനുഷ്യന്മാർ, ആശുപത്രികളെ പറ്റി എല്ലാം റെഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ രാജാക്കന്മാർ അങ്ങനെ ബോധ്യം ഉണ്ടായിരുന്നു. അത് നമ്മുടെ തിരുവിതാംകൂർ രാജാവ് അത് കൃത്യമായി പാലിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ ആ കാലഘട്ടത്തിലെ പരിമിതികൾ അവർക്കുണ്ടോ. അവരോട് പോയി കമ്മ്യൂണിസം പറഞ്ഞാൽ ആ അതെന്തോ കമ്മ്യൂണിസം മാക്സി ഇൻസ്റ്റിറ്റ്യൂട്ടേ കമ്മ്യൂണിസം ഉണ്ടായി. അപ്പം അന്ന് തൊട്ടേ തുടങ്ങിയിട്ടുള്ളൊരു ഗ്രാജുവൽ പ്രോസസ്സാണിത്. ഈ പ്രോസസ്സ് പിന്നെ മിഷണറിമാർ വന്ന് അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, നവോത്ഥാന നായകന്മാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ള ഈ പറയുന്ന തിരുക്കൊച്ചി ഗവൺമെൻറ്റുകൾ, അത് കഴിഞ്ഞ് EMS ഗവൺമെൻറ്, ഞാൻ ഇതുവരെ ഭരിച്ച എല്ലാ ഗവൺമെൻറ്റുകളും നമ്മുടെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അതിന് ഓരോ സമയത്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങൾ, ഭരണാധികാരിയെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അത് നല്ല സമരങ്ങൾ, അനാവശ്യ സമരങ്ങൾ അതിപ്പോഴാണ് കൂടുതൽ. അന്നൊക്കെ ഇപ്പോൾ നിവർത്തന പ്രശ്നവും അത് ഭരണാധികാരിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരേണ്ടിയിരുന്നു. ഇങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം തിരുവിതാംകൂർ രാജാവ് പെട്ടെന്ന് ആ മാറ്റം ഉൾക്കൊണ്ട് എന്നുള്ളതാണ്. മറ്റു പ്രദേശങ്ങളാണെങ്കിൽ ഭീകരമായി അടിച്ചൊതുക്കുന്നവരോ അത് നിവർത്തന പ്രക്ഷോഭത്തിനെതിരെ അങ്ങനെ ഭീകരമായി അടിച്ചൊതുക്കുക ഇവിടെ നടന്നിട്ടൊന്നുമില്ല. മനസ്സിലായില്ലേ? എന്നാൽ അതേസമയം ആ കാലഘട്ടത്തിൻ്റെ മറ്റു സോഷ്യലായിട്ടുള്ള സ്ട്രാറ്റ കൂടി നമ്മൾ പരിഗണിക്കണം. മരങ്ങളോടൊക്കെ സഹിഷ്ണുത കാണിച്ചിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അതാണ് നമ്മുടെ രാജാക്കന്മാർ, തിരുവിതാംകൂർ രാജാക്കന്മാർ കാണിച്ചിരുന്നു. അല്ല ഇങ്ങനൊന്നല്ല ഇവിടെ. പിന്നെ അവസാനം പുല്ലപ്പ വയലിന് കൈവിട്ട് ഒരുപാട് ഗാനപ്പാലിലേക്ക് പോകുന്നില്ല, എടുത്തായി പോകും. ഇവിടെ തിരുവിതാംകൂർ രാജാക്കന്മാർ പൊതുവെ ആ രീതിയിലാണ് കാര്യങ്ങൾ കണ്ടിരുന്നത്. അത് പക്ഷേ നിങ്ങൾക്ക് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളത് കണ്ണ് തുറന്ന് തന്നെ കാണണം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവും. അതാ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഈ കോൺട്രിബ്യൂഷനൊക്കെ ഭാഗമായിട്ടാണ് ആരോഗ്യരംഗം ഉണ്ടായത്. അതിൻ്റെ ഭാഗം നമ്മൾ ആ രംഗത്ത് ഇപ്പോൾ കേരള മോഡലിൻ്റെ അടിസ്ഥാനം എന്ന് ആരോഗ്യരംഗമാണ്. നമ്മൾ ആ രംഗത്ത് നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് ഇപ്പോഴും ഉയർന്നുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓരോ ഗവൺമെൻറ്റുകൾ വരുമ്പോൾ ചില സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ ചില ഗവൺമെൻറ്റുകൾ വന്ന സമയത്ത് ആശുപത്രിയിൽ മരുന്നില്ലായിരുന്നു. അത് ആ ഗവൺമെൻറ്റിൻ്റെ ആ സമയത്തെ ഫിസിക്കലായിട്ടുള്ള ഞെരുക്കവും പിന്നെ പ്രയോറിറ്റീസിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടാണ് സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു BSൻ്റെ സമയം തൊട്ടിട്ട് ഈ വരെയുള്ള സമയത്ത് നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രികളൊക്കെ മരുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇല്ലാത്തത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഡോക്ടർ വന്ന പോലെ ചില കാര്യങ്ങൾ വരുന്നു, അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം കോൺഗ്രസ്സുകാരല്ലേ CPM-മാരാണ് ഇത് മൊത്തം ഈ ആരോഗ്യരംഗത്തെ വളർത്തിക്കൊണ്ടുവന്നത്. അല്ല അവർ പഠിക്കുമ്പോൾ മാത്രമാണ് അത് ഉയരുന്നതെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഈ VS അദ്ദേഹം പേര്, തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാവ്, കഴിഞ്ഞ ആരോഗ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിവകുമാർ വന്നു കഴിഞ്ഞ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ വകുപ്പിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ മികച്ച പെർഫോമൻസ് കേരളത്തിന്. അത് എല്ലാ കാലത്തും കേരളത്തിൽ കിട്ടുന്നതാണ്. എന്നാൽ ചെറിയ വീഴ്ചകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ഭരണാധികാരി ഭരിക്കുന്ന സമയത്ത് ഉണ്ടാവും. പക്ഷേ ഈ സമീപകാലത്ത് ഇത് കൂടുതൽ
എന്താ പറയുക, ഇത് വർദ്ധിച്ചിട്ടുണ്ട്. അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ പ്രശ്നം. ഇപ്പം ഞാൻ ഈ സർക്കാർ ആശുപത്രിയിലെടുക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ഭാഷയാണ്. കമ്മ്യൂണിസ്റ്റ് ഭാഷയൊന്നുമല്ല. ഞാൻ കോൺഗ്രസ് ആയിരുന്ന സമയത്ത് ഞാൻ ഇതിനെ വന്നിട്ടുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഏറ്റവും കൂടുതൽ. ഉമ്മൻചാണ്ടി സാറിന് സമയത്ത് ആരോഗ്യ ശരിയില്ല, മറ്റേതില്ല, മസലില്ല എന്ന് പറഞ്ഞ വലിയ പ്രശ്നമായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റുകാർ സ്ഥിരം പറയുന്നത്. അവർ ഭരിക്കും മാത്രം ഇത് പെർഫെക്റ്റ് ആയിരിക്കും, മറ്റൊരു ഭരിക്കും മോശം. അങ്ങനെ ഇല്ല. അത് ആരോഗ്യരംഗത്ത് ഇവിടെയുള്ള ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ എന്തുകൊണ്ടെന്നില്ല എന്നു LDF UDF സമയം നിലനിൽക്കുന്നത്. ഇത്തരം ജനങ്ങളെ ചില ബേസിക് സാധനങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇത് അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. രണ്ടു കൂട്ടർ വന്നാലും BJP വന്നാലും അവർക്ക് അഡ്രസ്സ് ചെയ്യാതിരിക്കാനും പറ്റില്ല. അത് കേരളത്തിൻ്റെ രീതിയാണ്. ഞാൻ ഇവരെ ആരെയും കണ്ടുപിടുത്തില്ല. മഹാരാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള സിസ്റ്റമാണ്. രാജാക്കന്മാർക്ക് വേണമെങ്കിൽ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. കാരണം അവർക്ക് ഒന്നു പോലെ ഭരിക്കാൻ കുറച്ച് വട്ടണം കയ്യിലുണ്ടായാൽ മതി. പക്ഷേ രാജാക്കന്മാർ അതല്ല ഇവിടെ ചെയ്തത്. ഇവിടെ ബെനവനൻ്റെ ഡെസ്പോട്ടിസമായിരുന്നു. അപ്പോൾ ഇപ്പോഴുള്ളത് എന്താണ്, വളരെ കാലമായിട്ട് നെഗ്ലക്ട് ചെയ്ത ചില കാര്യങ്ങൾ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇടിഞ്ഞു വിടാല്ലേ. ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉമ്മൻചാണ്ടി സാർ ഭരിക്കുന്ന സമയത്ത് കോട്ടയത്ത് ഉണ്ടായിരുന്നല്ലോ. 2013 കെട്ടിടം ജീർണാവസ്ഥയിലാണെന്നും അപകടത്തിലാണെന്നുള്ള റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ തന്നെ ഇത് പുതിയ ബ്ലോക്ക് നിർമ്മിക്കാൻ വേണ്ടുന്ന നടപടികളിലേക്ക് സർക്കാർ കടന്നു. പക്ഷേ അതൊക്കെ ഈ ചുവപ്പ് നാടയിൽ കുരുക്കി. അല്ല, അതതിൻ്റെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോൾ നാളെ ഇതുപോലെ മറ്റെവിടെയെങ്കിലും സംഭവിക്കാം. അത് ഈ ഒരു ഗവൺമെൻറ് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങളാണ്ട് ബാലുശ്ശേരിയുള്ള ഒരു പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം 8 നിലയുള്ള ബിൽഡിങ് പണി പൂർത്തിയായിട്ട് അപ്പുറത്ത് കിടക്കുന്നു. സർവ്വസന്നാഹങ്ങളും ഉണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അത് സമയത്തിന് തുറന്നു കൊടുത്തില്ല, ഉദ്ഘാടനം ചെയ്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പാർട്ടി പോലും കോട്ടയത്തെയും പത്തനംതിട്ടയിലെ ഒക്കെ പാർട്ടിക്കാർ പോലും ചൂണ്ടിക്കാട്ടുന്ന ഒരു പോരായ്മ. നിങ്ങൾക്ക് തോന്നുന്നു ഒരു മന്ത്രിയോ അല്ലെ പിണറായിനെ പോലുള്ള മുഖ്യമന്ത്രിയോ ഇങ്ങനെ ഒരു സാഹചര്യം വന്നിട്ട് ഉപയോഗപ്പെടുത്താതെ നിൽക്കുന്നു. ആ ഉദ്ഘാടനം ചെയ്ത് അത് റീൽസ് ഇട്ടിട്ട് നാളെ അറിയിച്ചിട്ട് അടുത്ത ഭരണം ഉറപ്പെടുത്താനല്ലേ ശ്രമിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് കാര്യം. ഇപ്പോൾ ഞങ്ങളവിടെ ബാലുശ്ശേരി ഇതുപോലുള്ള ഹോസ്പിറ്റലുണ്ട്, പഴയ ഹോസ്പിറ്റലാണ്. ഞങ്ങളെന്ന് ആ ഹോസ്പിറ്റലിൽ പോകാറില്ല. അങ്ങനെ ഭയങ്കര തിരക്കാണ് അവിടെ. ഞങ്ങളവിടെ ശ്രീധർ നഴ്സിംഗ് ഹോമാണ്. അത് എന്നെ കുട്ടിക്കാത് കാണിച്ചുകൊണ്ടിരുന്നത്. അത് പ്രൈവറ്റാണ്. അപ്പം ഇപ്പോഴും ഉണ്ട് അതിലുണ്ട്. പക്ഷെ ഞാനൊന്ന് ഡൽഹിയിലൊക്കെ പോയി വന്ന സമയത്ത് അന്ന് VS ആണ് ഭരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ആ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, കണ്ടാൽ മനസ്സിലാവില്ല. ആ രീതിയിൽ വലിയ മാറ്റം. അതുപോലെ തന്നെ ഇവിടെ ശാന്തി വിളയിൽ ഹോസ്പിറ്റലുണ്ട്. ഏത് ഗവൺമെൻറ് വന്നാലും ആ ഹോസ്പിറ്റൽ പുതിയ ബിൽഡിങ്ങും സെറ്റപ്പും ഒക്കെ ഉണ്ടോ. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ നാട്ടിലെ ആരോഗ്യരംഗം അത് വേറെ മറ്റ് സംസ്ഥാനങ്ങൾ ഇവിടെ വരുന്ന ആളുകൾ പറയും കേരളത്തിൻ്റെ ആരോഗ്യരംഗം. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകളാണ്. അതേപോലെ ഇലക്ഷൻ സമയമൊക്കെ വരുന്നതുകൊണ്ട് അത് ഇപ്പോൾ CPM ആണെങ്കിൽ ഇതിലും വലിയ പ്രശ്നം ഉണ്ടാകും. പിന്നെ നമുക്ക് ഈ സെക്രട്ടറിയുടെ മുന്നിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. ആകപ്പാടെ രാജീവ് വന്നതിന് BJP-കാരാണ് ഈ അനാവശ്യമായ സമരങ്ങളും വൃത്തികേടുകളും മാറി വയ്ക്കുന്നത്. അല്ല അവരും കൂടി ഉണ്ടാക്കും. പ്രത്യേകിച്ച് BJP-കാരാണ് ഈ ദുർഗാവാഹിനി എന്ന് പറഞ്ഞ ടീമുണ്ടല്ലോ ഇപ്പോൾ സ്ത്രീകളുടെ. അവർ ഭയങ്കര മഹിളാ മോർച്ച ആയതുകൊണ്ടല്ല, അവർക്ക് മറ്റേ ട്രെയിനിങ് ഉണ്ട് സംഘത്തിന്. 1-2 സംഘടനകൾ. ദുർഗാവാഹിനി എന്ന് പറയുന്നത് VHP-യുടെ. അത് തന്നെ അവരിതിലുണ്ടാവുമല്ലോ, BJP-യിലുണ്ടാവുമല്ലോ. അല്ലാതെ സാധാ പ്രവർത്തകരല്ല അവർ. രാഷ്ട്രീയത്തിലേക്ക് വരുന്നവര് മഹിളാ മോർച്ചയിലും പിന്നെ മഹിളാ ഐക്യവേദി എന്ന് പറഞ്ഞ് ഹിന്ദു ഐക്യവേദിയുടെ വനിതാ വിഭാഗമുണ്ട്. അവരൊക്കെയാണ് പൊതുവെ. ഒന്ന് രണ്ട് പേരെ എനിക്കറിയാം, ഇങ്ങനെ ചാർജുള്ള ആളുകൾ. ഇവര് യുവമോർച്ചയിലുണ്ടായിരുന്നു ഈ പെൺകുട്ടികൾ. അവരൊക്കെ എന്താ വെച്ചാൽ അവരുടെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്തിന് മുന്നിൽ ഇവിടെയുള്ള ഒരു രാഷ്ട്രീയക്കാർ സ്ത്രീകൾ നിൽക്കില്ല. ആ ബാരിക്കേഡിൻ്റെ മുകളൊക്കെ കയറുന്ന ചിത്രം നോക്കിയാൽ വളരെ വൈദഗ്ധ്യത്തോടു കൂടി ഒരു ധൈര്യക്കുറവില്ലാതെ അവർ കയറും. അങ്ങനെ ചിത്രം നിങ്ങൾക്ക് അവർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അടുത്ത് പെമ്പിള്ളേർ ബാരിക്കേഡിൻ്റെ മുകളിൽ ഈ വരുൺ മറ്റേ സാധനം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന് ഇത് ഇവരെ മാത്രമേ ഉള്ളൂ, വേറൊന്നും അടിച്ചു. ബാക്കി അവിടെ ഇവിടെ നിൽക്കുന്നതൊക്കെ ഉണ്ടാവും. അതെന്താ വെച്ചാൽ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഒരു വിഷയം എടുത്ത് മാഗ്നിഫൈ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് മൊത്തം മോശമാണ്, ഈ സിസ്റ്റമാണ് ഇതിങ്ങനെ ആക്കിയെന്ന് പറഞ്ഞു. അത് ചരിത്രപരമായി നമുക്ക് യോജിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല. ആ വീഴ്ചകൾ പരിഹരിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം എന്താണ് അവിടെ സംഭവിച്ചത്. അവിടെ ഒറ്റ ചോദ്യം അതാണ്, ഈ വീഴ്ചകളുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? അത് ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കുമോ അതോ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും? അത് പെരുമൺ ദുരന്തത്തിൻ്റെ അകത്ത് സിന്ധ്യ രാജിവെച്ചു വന്നല്ലോ. പെരുമൺ ദുരന്തം സിന്ധ്യ എന്തോന്ന് ചെയ്യാൻ ഈ എല്ലാ ട്രെയിനിൽ പോയി നന്നാക്കാൻ പറ്റുമോ? അതൊക്കെ അതാത് അതിന് ഇത് നോക്കേണ്ടിയിരുന്ന ആരാണ്? അവർക്കെതിരെ നടപടി എടുക്കണം. നല്ല നടപടി എടുക്കണം. അതല്ല മന്ത്രി രാജിവെച്ചൊരു സംഭവം ഉണ്ടാകും. മന്ത്രി പോയി വീണ വിഷമൊന്നല്ലല്ലോ. അവർ വലിയ മീഡിയയിലുമല്ല. കൈരളീൻ്റെ പിന്നെ എന്താണ് ഗട്ടിയിടിച്ച് വീണു, അല്ലെങ്കിൽ കൈരളീൻ്റെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ക്യാമറേൻ്റെ ഉള്ളിൽ സർക്യൂട്ട് ഉണ്ടായി. അതൊക്കെയാണ് വീണയ്ക്ക് അത്യാവശ്യം അറിയാവുന്ന വിഷയങ്ങളാണ്. അവിടെ എന്ത് നടക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഇത് വീണതൊന്നുമല്ല, വീണ വേറൊരാളല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ആ കൺസേൺഡ് ആയിട്ടുള്ള ഓരോ പിന്നെ സെക്ഷനിലുള്ള ആളുകളുണ്ട്. അവർക്കതിന് നടപടി എടുക്കണം, അവർക്ക് പരിരക്ഷ കൊടുക്കരുത്. അത്രയേ ഉള്ളൂ. അങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. വീണ വന്ന സമയം തൊട്ടേ കുറേ ആളുകൾക്ക് ഒരു പ്രശ്നമാണ്. വീണ അത്ര ഒരു മോശം അഡ്മിനിസ്ട്രേറ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ വിമൻസ് കോളേജിലാണ് പഠിച്ചത്. സിവിൽ സർവീസ് ഓർഗനൈസേഷനുള്ള ലേഡിയായിരുന്നു. മാത്രമല്ല അവർ മീഡിയയിൽ അത്ര ഒരു പിന്നെ 5 റേറ്റിംഗുള്ള ആങ്കർ ഒന്നല്ലെങ്കിൽ പോലും അവർ പവർഫുൾ ലേഡിയാണ്.
അവർക്ക് രാഷ്ട്രീയത്തിലൂടെ വന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രം അവരെ ചവിട്ടിയരയ്ക്കുന്ന ഒരാളാണ്. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഈ സംഭവം ഏതാണ്ട് നിർജീവമായി കിടന്ന പ്രതിപക്ഷത്തിന്, അത് അതുണ്ട്. കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി അതൊക്കെ ശരിയാണ്. അവർക്ക് കൊടുത്ത കരുത്തും ശക്തിയും വളരെ വലുതാണ്. ജനങ്ങളുടെ കൺസേൺ അല്ലേ. നമ്മളൊന്നും പോകുന്നില്ല എന്നാൽ പൊതുവേ ജനങ്ങൾ പോകുന്നത് ഈ സ്ഥലത്താണ്, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഈ ഗവൺമെൻറ് ആശുപത്രി. അപ്പോൾ അത് വലിയ കൺസേൺ ആണ്. ജനങ്ങൾക്ക് ഈ നമ്മുടെ ഗവൺമെൻറ്റിലുള്ള വലിയ വിശ്വാസമാണ്. അപ്പോൾ അത് സ്വാഭാവികം അവർ മുതലെടുക്കാൻ ശ്രമിക്കും. പക്ഷേ ഞാൻ അതിൻ്റെ ഭാവാരം മൊത്തം ആ പാവം വീണാ ചോദ്യം അല്ലേ കെട്ടി വെക്കേണ്ടെന്ന് ഞാൻ പോകുന്നത്. അത് നമുക്ക് എനിക്കങ്ങനെ പറ്റില്ല. അത് ഒരു എന്താ പറയുക, ഒരു സിസ്റ്റത്തിൻ്റെതായ പോകുന്നത്. നമ്മുടെ ചോദ്യം ഇതാണ്, ആ പ്രതിപക്ഷത്തിന്റെ സമരം ഇത്രയും കടുത്ത് മുന്നേറുമ്പോൾ അത് വീണയ്ക്ക് കീഴടങ്ങേണ്ടി വരുമോ? വീണ കീഴടങ്ങേണ്ടിയും വരില്ല. അങ്ങനെ വീണേനെ കൈവിടൊന്നുമില്ല. അതെന്താണ് പ്രശ്നം വെച്ചാൽ അത് പരിഹരിക്കാൻ ശ്രമിക്കും. അല്ലാതെ അങ്ങനെ എന്തും കണ്ട് പേടിക്കുന്ന ആളല്ല പിണറായി. അങ്ങനെയാണെങ്കിൽ പിണറായി വീണ രാജിച്ചു കൊണ്ട് നടക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.